everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 11th lecture on the subject Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In the previous lecture, we were discussing about indexation, and in this lecture, we are going to discuss about full value of consideration and cost of acquisition. Full value of consideration. Full value means the whole price without any deduction whatsoever, and it does not refer to the adequacy or inadequacy of the price bargained for. ഫുൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോൾ പ്രൈസ് വിത്തൗട്ട് എനി ഡിഡക്ഷൻ, ഒരു ഡിഡക്ഷനും അലോ ചെയ്യാതെയുള്ള ഹോൾ പ്രൈസാണ്. ദെൻ ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു ദ അഡിക്വസി ഓർ ഇൻഅഡിക്വസി ഓഫ് ദ പ്രൈസ് ബാർഗെയിൻ ഫോർ. ഈ ക്യാപിറ്റൽ അസറ്റിന് ബാർഗെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിൻ്റെ അഡിക്വസിയോ ഇൻഅഡിക്വസിയോ ഇത് റെഫർ ചെയ്യുന്നില്ല. ദെൻ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് ഫോർ വിച്ച് എ ക്യാപിറ്റൽ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രൈസിനെയാണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൈസിനെയാണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. And the amount left after deducting the selling expenses is net consideration. Full value of consideration il ninnum selling expense less cheyyumbol, selling expense deduct cheyyumbol we will get net consideration. Okay. And then where agreed consideration is not paid fully in the previous year, the entire consideration stated in the agreement of sale would be regarded as forming the full value of consideration, and capital gains would have to be calculated on that basis. അതായത് ഒരു പ്രീവിയസ് ഇയറിൽ എഗ്രീഡ് കൺസിഡറേഷൻ ഫുൾ പേ ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു കേസിൽ എഗ്രിമെൻ്റ് ഓഫ് സെയിലിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന എഗ്രിമെൻ്റ് ഓഫ് സെയിലിൽ എത്ര കൺസിഡറേഷൻ ആണോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ആ എൻറ്റയർ കൺസിഡറേഷനും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുകയും അതിൻ്റെ ബേസിസിലായിരിക്കും ക്യാപിറ്റൽ ഗെയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ. And then the acceptance of lesser price than the agreed consideration in the later year would not affect this matter. അതായത് എഗ്രി ചെയ്ത കൺസിഡറേഷനേക്കാളും ലെസ്സർ പ്രൈസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ലേറ്റർ ഇയറിൽ, പ്രീവിയസ് ഇയറിലല്ല ലേറ്റർ ഇയറിൽ എഗ്രി ചെയ്ത കൺസിഡറേഷനെക്കാട്ടിലും കുറവ് പ്രൈസാണ് അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, അതായത് എഗ്രീഡ് കൺസിഡറേഷൻ ഫുള്ളായിട്ട് പേ ചെയ്യാത്ത കേസിലുള്ള പ്രൊവിഷൻസ് ഒന്നും ആ ഒരു പ്രൊവിഷൻസ് ഒന്നും ഈ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് ഇത് ലേറ്റർ ഇയറിലാണ് എഗ്രീഡ് കൺസിഡറേഷനേക്കാളും ലെസ്സർ പ്രൈസിന് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഇൻ ദ കേസ് ഓഫ് എക്സ്ചേഞ്ച് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഗ്രാൻറ്റഡ് ഇൻ എക്സ്ചേഞ്ച് ഓൺ ദ ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ച് വിൽ ഹാവ് ടു ബി അസർടൈൻ ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനി എക്സ്ചേഞ്ചിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്ചേഞ്ച്ഡ് ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ ഈ എക്സ്ചേഞ്ച്ഡ് അസറ്റ്സിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ അസർടൈൻ ചെയ്തിട്ടായിരിക്കും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഇസ് ദ വാല്യൂ ഫോർ വിച്ച് ഇറ്റ് ഈസ് അക്യൂർഡ് ബൈ ദി അസസി. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു അസസി ക്യാപിറ്റൽ അസറ്റ് അക്യൂർ ചെയ്യുന്ന വാല്യൂ ആണ്. Then it simply means the price at which the asset was purchased, constructed or acquired. അതായത് ഏത് പ്രൈസിനാണോ അസസി ഒരു ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്നത് ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് മീൻസ് ദാറ്റ് വാട്ട് എവർ കോസ്റ്റ് ഈസ് ഇൻകേർഡ് ഫോർ ഗെറ്റിംഗ് ആൻ അസറ്റ് പ്ലസ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ടു അക്വയർ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഗെറ്റിംഗ് ആൻ അസറ്റ് പ്ലസ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ടു അക്വയർ ദ അസറ്റ്. അതായത് ഒരു അസറ്റ് ലഭിക്കാനായിട്ട് അസസിക്ക് എന്തൊക്കെ എക്സ്പെൻസസുകൾ വരുന്നോ, എന്തൊക്കെ കോസ്റ്റുകൾ വരുന്നോ, അതിനോടൊപ്പം എന്തൊക്കെ എക്സ്പെൻസസുകളാണ് അസറ്റിൻ്റെ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് അസസിക്ക് ഉണ്ടാകുന്നത്.
ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലഭിക്കുന്നത്. ഓക്കെ. Then, interest paid on money borrowed for the purchase of a capital asset would constitute part of the cost of acquisition, provided such interest has not been deducted under any other provision. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ പർച്ചേസിനായിട്ട് ക്യാഷ് കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ മണി ബോറോഡ് ഫോർ ദ പർച്ചേസ് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്, ഇതും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഭാഗമാണ്. പ്രൊവൈഡഡ് സച്ച് ഇൻട്രസ്റ്റ് ഹാസ് നോട്ട് ബീൻ ഡിഡക്റ്റഡ് അണ്ടർ എനി അതർ പ്രൊവിഷൻ. അതായത് മറ്റേതെങ്കിലും പ്രൊവിഷൻ പ്രകാരം ഈ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഒരു ഭാഗമാണ്. Then, similarly, if any loan has been taken to purchase a plot, the interest paid or payable on such loan till the building is constructed on the plot shall be included in the cost of land. അതായത് ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ലോൺ എടുക്കുന്നു. ദെൻ ആ ലോണിന് പേ ചെയ്യുകയോ പേബിൾ ആകുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആ പ്ലോട്ടിൽ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വരെ കോസ്റ്റ് ഓഫ് ലാൻഡിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഒരു പ്ലോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ലോൺ എടുക്കുന്നു. ദെൻ ആ ലോണിന് പേബിൾ ആകുന്ന അല്ലെങ്കിൽ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ പ്ലോട്ടിൽ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വരെ കോസ്റ്റ് ഓഫ് ലാൻഡിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. The balance of the topic cost of acquisition will continue in the next lecture. Thank you.